ഹലോ ഗൈസ്, റീച്ച് ഇല്ലാത്തവരുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. രേണു സുധി എന്നൊരു ഹാഷ്ടാഗ് ഇട്ട് നിങ്ങൾ എന്റെ രണ്ട് കുറ്റവോ കുറവോ പറയുക. നിങ്ങൾക്ക് 100% റീച്ച് കയറുന്നതായിരിക്കും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാസം എനിക്കൊന്ന് വരുമാനം ലഭിക്കും. റീച്ച് ഇല്ലാത്തവർ രേണു സുധി ഒരു പേരിട്ടാ മതി. ചുമ്മാ കിടന്ന് വായത്തോന്നൊക്കെ പറഞ്ഞാൽ മതി. നല്ല റീച്ചാണ്. ഇത്രയും നാളും അതാണ് കണ്ടോണ്ടിരിക്കുന്നത്. രേണുസുധി ഇത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൈസ ഉണ്ടാക്കുവാണ്, ഇല്ലാത്ത കാര്യങ്ങൾ ഓരോരുത്തരൊക്കെ പറയുന്നുള്ള രീതിയിലാണ് രേണുസുധി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് തീർച്ചയായിട്ടും പറയുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള പറയാനുള്ളൊരു മെയിൻ കാരണം ഉണ്ടാക്കുന്നത് രേണുസുധി തന്നെയാണ്. ഇപ്പോൾ രേണുസുധി പറയുന്നത് ബാക്കിയുള്ള ഒരു റീച്ചിന് വേണ്ടിയാണ് ഇത് കണക്ക് രേണുസുധിയുടെ പേര് ഉപയോഗിക്കുന്നതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതേ കണക്ക് തന്നെയാണ് രേണുസുധിയും പലവട്ടമുണ്ടെങ്കിൽ ഇത് കണക്ക് ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പേര് മറന്നു തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. അത് ആൾക്കാരെടുത്തിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതും ഇവർക്കൊരു റീച്ചിന് വേണ്ടി തന്നെയാണ് ഇതും ചെയ്യുന്നത്, അല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടുപേരും അവരവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഓരോരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഇതിനകത്തുള്ള ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിൽ ചെന്ന് തലയിടാതിരുന്നാലോ അല്ലെങ്കിൽ അവരുടെ പേരിലൊന്നും വരാതിരുന്നാലോ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവരെ പറ്റി സംസാരിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അവർ എന്തെങ്കിലും ഒരു കാര്യം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസുമായിട്ട് ഇത് കണക്ക് വരികയും പിന്നെ ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇവർക്കുണ്ടെങ്കിൽ അവരെ പറ്റി ഒന്നും പ്രത്യേകിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവരുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കും. അപ്പോൾ ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ ആൾക്കാർ മറക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇവരെ പറ്റി ഒന്നും സംസാരിക്കാതിരിക്കുന്നതും ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ ഇവർ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ കോൺട്രവേഴ്സി ആയിട്ട് വരികയും ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സംസാരിക്കാൻ പാടില്ലെന്ന് പറയുന്നതൊന്നും ശരിയായിട്ടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഇവരുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു മാറി നിൽക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്.